You are watching TV Next. ലയൺസ് ഡിസ്ട്രിക്ട് 3180A പരിധി എന്നത് പാറശാല മുതൽ ഹരിപ്പാട് വരെ 156 ക്ലബ്ബുകൾ 5000-ഓളം മെമ്പേഴ്സ് അടങ്ങിയ ഈ ഡിസ്ട്രിക്ട് നവംബർ 17-ാം തീയതി ഈസ്റ്റ് പോസ്റ്റ് കോൺടെസ്റ്റ് നടത്തുകയാണ് ഇന്ന് മ്യൂസിയം അങ്കണത്തിൽ വെച്ച്. ഞങ്ങളെ സംബന്ധിച്ച് ലോകമെമ്പാടും ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 30 ലക്ഷം കുട്ടികൾ ഈ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ദൗത്യവുമായിട്ടാണ്. അതിൽ 1ാം സമ്മാനം ലഭിക്കുന്ന കുട്ടിക്ക് ഇൻ്റർനാഷണലിൽ, അതായത് UN സംസാരിക്കാനുള്ള അവസരം, $5000, ഏതാണ്ട് 4.5 ലക്ഷത്തോളം രൂപ അത് സമ്മാനവും, UN എത്താൻ വേണ്ട എയർ ടിക്കറ്റ് 3 പേർക്ക്, അതായത് ചിത്രം രചിക്കുന്ന കുട്ടി, അതുപോലെ ഒരു അധ്യാപക, ഒരാൾ, മാതാപിതാക്കളിൽ ഒരാൾ, അങ്ങനെ സൗജന്യമായി അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഡിസ്ട്രിക്റ്റ് തലത്തിൽ, ക്ലബ്ബ് തലത്തിൽ പടം വരച്ച് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനാർഹരായ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് അടക്കം എല്ലാ കുട്ടികളും, പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം സർട്ടിഫിക്കറ്റ്. അതിന് നമ്മളെ സംബന്ധിച്ച് 3 ക്യാബിനറ്റ് സെക്രട്ടറീസ് ഡിസ്ട്രിക്റ്റിൻ്റെ പരിധിയിലുണ്ട്. 1 മുതുകുളം, 2 ആയൂർ, 3 ആറ്റിങ്ങൽ. അവിടെ 3 പ്രതിനിധികൾ, ക്യാബിനറ്റ് ട്രഷറർ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ലയൺ നസീമുദ്ദീൻ, അദ്ദേഹമാണ് ഈ ക്ലബ്ബുകളെ എല്ലാം ക്രോഡീകരിച്ച് ആ ക്ലബ്ബുകൾ പരിധിയിലുള്ള സ്കൂളുകളിലെ കുട്ടികളെ പരമാവധി പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് വരയ്ക്കാൻ വേണ്ട തീം പീസ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്നാണ് ഈ വർഷത്തെ ഈ തീം തന്നെ. പരിധികളില്ലാത്ത സമാധാനത്തെ ആസ്പദമാക്കിയിട്ടാണ് കുട്ടികൾ വരയ്ക്കേണ്ടത്. ഇവിടെ ഈ പീസ് പോസ്റ്ററിൻ്റെ ഈ ഡിസ്ട്രിക്റ്റ് തല മത്സരങ്ങൾ ക്ലബ്ബ് ലെവലുകളിൽ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ദൗത്യം എന്നെ നമ്മുടെ ബഹുമാന്യനായ ഡിസ്ട്രിക്ട് ഗവർണർ ഏൽപ്പിച്ചു. അത് ഏകദേശം വളരെ ഭംഗിയായി തന്നെ നിറവേറ്റാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 100 സ്കൂളുകളിൽ പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അവിടെ നിന്ന് 1ും 2ും, ചില സ്കൂളുകളിൽ അത് സമാന പ്രാവീണ്യമുള്ള ടാലൻ്റായിട്ടുള്ള കുട്ടികളെ 3rd പ്രൈസ് കിട്ടിയവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഈ കോമ്പൗണ്ടിൽ, നമ്മുടെ മ്യൂസിയം കോംപ്ലക്സിൽ തന്നെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ട്രിക്ട് ടീമിനെ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നിവിടെ 300ഓളം കുട്ടികൾ അവരുടെ മനസ്സിലുള്ള ലോകസമാധാനം, പരിധികളില്ലാത്ത സമാധാനം, അത് ആസ്പദമാക്കിക്കൊണ്ട് നടത്തുന്ന ഈ മത്സരത്തിൽ 300-ലധികം കുട്ടികൾ പങ്കെടുക്കുകയാണ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടണം എന്നില്ല, പക്ഷേ ഇതുപോലുള്ളൊരു മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവർക്ക് അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ലയൺസ് പ്രസ്ഥാനം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. ഭാവിയിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ്. കാരണം ഇവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയത് ഭാവിയിൽ അവർക്ക് വളരെയധികം മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും മത്സരങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ നേടുവാനും ഒക്കെ ഉള്ള ഒരു അവസരമാകും. അത് കുട്ടികളുടെ കരിയറിനെ വളരെയധികം ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉപയോഗിക്കാൻ വേണ്ടി ലയൺസ് പ്രസ്ഥാനം ചെയ്യുന്ന ഈ കാര്യം ഒരു മഹത്തരമായ കാര്യമായി കാണണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആഗോള വ്യാപകമായിട്ട് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ഇസ്രയേലും പലസ്തീനുമായിട്ട് യുദ്ധം നടക്കുന്നു. അപ്പം യുദ്ധം നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അത് ഈ കുട്ടികളുടെ മനസ്സിൽ എത്രമാത്രം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നതായിരിക്കും ഈ ചിത്ര മത്സരം. ഇതിലെ സവിശേഷമായൊരു കാര്യം ഇവർക്ക് കൊടുത്തിരിക്കുന്ന തീമാണ് അതിരുകളില്ലാത്ത സമാധാനം. അതിരുകളില്ലാത്ത സമാധാനം വരകളിൽ കൂടി അവർ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്.
നമ്മൾ 1000 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായി ഒരു ചിത്രത്തിൽ കൂടി ഈ യുദ്ധത്തിനെതിരെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നെടുക്കുന്നതിനെതിരെയുള്ള വ്യാപകമായ ഒരു ചിന്ത ജനങ്ങളിൽ ഉണർത്തുവാൻ ഈ മത്സരം സഹായിക്കും. അവർക്ക് കൊടുക്കുന്ന വിലമതിക്കാനാവാത്ത സമ്മാനം ഈ ഡിസ്ട്രിക്റ്റിന്റെ മാത്രമല്ല ഇന്റർനാഷണലിന്റെയും കൂടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ ഗവർണർ പറഞ്ഞതുപോലെ ഇന്റർനാഷണലിന് കൊടുക്കുന്ന $5000 അവർക്കുള്ള ടിക്കറ്റ്, അത് ഈ ലോകത്തെ ഒരു സംഘടനയും അങ്ങനെ ചെയ്യുന്നില്ല. അതിന് സാരഥ്യം വഹിക്കുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറെ ഏറെ അനുമോദിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഭംഗിയായി നടത്തിപ്പെട്ട ഇതിൻ്റെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സണെ ബാക്കിയുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ പങ്കെടുത്തിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാൻ, ചായ, ലഘുഭക്ഷണങ്ങൾ എല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. സ്വസ്ഥമായി 2 മണിക്കൂറിനകം വരച്ചു തീർക്കുന്നവരെ ഇവിടെ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്ത് അയക്കുന്നതായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ആഗോളതലത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി നടത്തിവരുന്ന ചിത്രരചനാ മത്സരത്തിൻ്റെ ഡിസ്ട്രിക്ട് തല മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനായ ഡിസ്ട്രിക്ട് ഗവർണർക്കും അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും എല്ലാവരും അഭിനന്ദനങ്ങളും അറിയിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷകർത്താക്കൾ, കുട്ടികൾ എല്ലാവരെയും ലോക സമാധാനത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റിൻ്റെ പേരിലുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി നമുക്ക് പ്രഗത്ഭനായ ഒരു ജഡ്ജസാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇദ്ദേഹവും ഒരു ജഡ്ജസും കൂടിയുണ്ട്. പിന്നെ അപ്പോൾ 3 പേരുടെ സാന്നിധ്യത്തിൽ പ്രമുഖനായ ഇദ്ദേഹത്തെ ഹ്രസ്വമായി പരിചയപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന് 2 വാക്കുകൾ കേൾക്കാം. സമാധാനം നമ്മുടെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ്. യുദ്ധമില്ലാത്തത് മാത്രമല്ല സമാധാനം പല രീതിയിൽ കുട്ടികളിൽ ബോധ്യപ്പെടുത്തണം. അതായത് അണ്ടർസ്റ്റാൻഡിങ്, ക്ഷമിക്കുക, പരസ്പര സഹകരണം, എമ്പതി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സമാധാനത്തിൻ്റെ വിത്ത് പാകുക എന്നുള്ളതാണ് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടാണ് ഈ വർഷം നടന്നത്. ഈ വർഷവും നല്ല രീതിയിൽ പ്രോഗ്രാം കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരു നല്ല DCയെ തന്നെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നസീമുദ്ദീൻ സർ. അദ്ദേഹം എയർഫോഴ്സ് ഓഫീസറായിരുന്നു. നല്ല ചിട്ടയോടുകൂടി തന്നെയാണ് എല്ലാ പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ജഡ്ജിങ് എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. 200-ൽ പരം കുട്ടികൾ ഇപ്പോഴും ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിയിട്ടില്ല. ഈ കുട്ടികളുടെ ഈ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഒന്നാമനെ കണ്ടെത്തുക പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യം. അതിലേക്കായി ഒരു പാനൽ ഓഫ് ജഡ്ജസ് വേണമെന്ന് DG പറഞ്ഞ പ്രകാരം ഞാൻ തിരക്കിയിട്ട് എനിക്ക് കിട്ടി. ഏറ്റവും നല്ല ജഡ്ജസ് ആയിട്ടുള്ള രാജേന്ദ്ര സാറിനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഗിന്നീസ് ബുക്കിൽ 2 പ്രാവശ്യം ഇടം തേടിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ ഫിലിം ഡയറക്ടർ കൂടിയാണ്. ആർട്ട് ഡയറക്ടർ അവാർഡുകൾ വാങ്ങിച്ചുള്ള പല സിനിമകളുടെയും ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തെയും കൂടി ഈ അവസരത്തിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ഈ മനസ്സിൽ സമാധാനം പാകാനുള്ള അവസരം നമ്മൾ കിട്ടിയതിൽ വളരെ സന്തോഷത്തോട് ഞാൻ എൻ്റെ വാക്കിൽ ഇത് മാനുവലായിട്ട് വരയ്ക്കുന്ന കുട്ടികൾ ഉള്ളതിൽ സന്തോഷമാണ്. എല്ലാവരും കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലുള്ളതിനെ കൈകൊണ്ട് പേപ്പറിൽ പകർത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. സബ്ജക്റ്റ് ഒന്നായതുകൊണ്ട് അതിൽ ജഡ്ജിങ്ങിന് വലിയ പ്രശ്നം തോന്നുന്നില്ല. കൈയിടം വെച്ച് വരച്ച് സബ്ജക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ നോക്കുന്നുള്ളൂ. സന്തോഷം. താങ്ക് യു സർ. എന്തായാലും നിങ്ങളുടെ ഉദ്യമത്തിന് വളരെ നന്ദി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. Hi, you are watching TV Next News. Please subscribe our channel. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.